ചെക്കിന്റെ അനാദരം ഡിസോണർ ഓഫ് ചെക്ക്. ഒരു ചെക്ക് പണമാക്കുന്നതിനായി ബാങ്കിൽ സമർപ്പിക്കുമ്പോൾ ബാങ്കർ പണം നൽകാൻ വിസമ്മതിക്കുന്നതിനെയാണ് ചെക്കിന്റെ അനാദരണം എന്ന് പറയുന്നത്. താഴെ പറയുന്ന കാരണങ്ങളാൽ ചെക്ക് അനാദരിക്കപ്പെടാം. 1. പണം ഇടപാടിന് സമർപ്പിക്കുന്ന ചെക്ക് പൂർണ്ണമല്ലെങ്കിൽ. 2. ചെക്കിലെഴുതിയ തുകയ്ക്ക് പര്യാപ്തമായ പണം ഇടപാടുകാരന്റെ ഡ്രോവർ അക്കൗണ്ടിലില്ലെങ്കിൽ. 3. പണം നൽകരുതെന്ന് ചെക്ക് പുറപ്പെടുവിച്ചയാൾ തന്നെ വിലക്കിയാൽ സ്റ്റോപ്പ് പേയ്മെന്റ്. 4. കോടതി ഗാർണിഷി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ. 5. നിക്ഷേപകൻ മരണപ്പെട്ടതായി അറിഞ്ഞാൽ. 6. നിക്ഷേപകൻ പാപ്പരായി മാറുമ്പോൾ. 7. നിക്ഷേപകന് ചിത്തഭ്രമം സംഭവിച്ചാൽ. 8. കൈവശക്കാരൻ ശരിയായ അവകാശിയല്ല എന്ന് മനസ്സിലാക്കിയാൽ. 9. തന്റെ കൈയിൽ നിന്ന് ചെക്ക് നഷ്ടപ്പെട്ടതായി ഡ്രോവർ ബാങ്കറെ അറിയിച്ചാൽ. 10. ചെക്ക് ഹാജരാക്കുന്നതിനു മുമ്പ് അക്കൗണ്ട് നിർത്തലാക്കിയാൽ. 11. കാലഹരണപ്പെട്ടതോ വികലമാക്കപ്പെട്ടതോ ആയ ചെക്കുകൾ. 12. പിന്തിയതി ചെക്കാണെങ്കിൽ. 13. ചെക്ക് ക്രമവിരുദ്ധമാവുകയും കൃത്രിമം കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്ന പക്ഷം. 14. ചെക്കിൽ തിരുത്തലുകൾ കാണിക്കുകയോ ഡ്രോവറുടെ ഒപ്പിനെ സംബന്ധിച്ച് സംശയം തോന്നുകയോ ചെയ്താൽ. 15. അക്കത്തിലും അക്ഷരത്തിലും എഴുതുന്ന സംഖ്യ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ. 16. ആജ്ഞാപകൻ ഡ്രോവർ അയാളുടെ കയ്യൊപ്പ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ. എന്നാൽ ഇടപാടുകാരൻ നിരക്ഷരനാണെങ്കിൽ പെരുവിരൽ അടയാളം മതിയാകും. പെൻസിൽ കൊണ്ടുള്ള കയ്യൊപ്പും റബ്ബർ മുദ്രയും അനുവദിക്കാറില്ല. ചെക്കുകളുടെ രേഖനം ക്രോസിംഗ് ഓഫ് ചെക്സ്. ചെക്കുകൾ രണ്ട് വിധത്തിലുണ്ട്: ക്രോസ് ചെയ്ത ചെക്കുകളും തുറന്ന ചെക്കുകളും. ഓപ്പൺ ചെക്ക്. ക്രോസ് ചെയ്യാത്ത ചെക്കുകളെ ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നു. ബാങ്ക് കൗണ്ടറിൽ തുറന്ന ചെക്ക് ഹാജരാക്കുന്ന ആർക്കും അതിന്റെ പണം ലഭിക്കും. അത്തരം ചെക്കുകൾ അർഹരല്ലാത്തവരുടെ കയ്യിൽ ചെന്ന് ചേരുമ്പോൾ യഥാർത്ഥ ഉടമയ്ക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു. ഇത്തരം നഷ്ടസാധ്യതകൾ ഒഴിവാക്കാനും ചെക്കുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും ക്രോസിംഗ് എന്ന സംവിധാനം ഉപയോഗപ്പെടുത്താം. ചെക്കിന്റെ പണം ബാങ്ക് കൗണ്ടറിൽ ചെക്ക് ഹാജരാക്കുന്ന വ്യക്തികൾക്ക് നൽകരുത് എന്നും ഒരു ബാങ്കിന് മാത്രമേ നൽകാവൂ എന്നും പേയിംഗ് ബാങ്കറിന് നൽകുന്ന നിർദ്ദേശമാണ് ക്രോസിംഗ്. ആൻഡ് കമ്പനി കോ എന്ന പദത്തോടൊപ്പമോ അല്ലാതെയോ ചെക്കിന്റെ മുഖഭാഗത്ത് മുകളിൽ ഇടതുവശത്ത് രണ്ട് ചെരിഞ്ഞ സമാന്തര രേഖകൾ വരയ്ക്കുന്നതിനെ ക്രോസിംഗ് എന്ന് പറയുന്നു. ക്രോസിംഗിന്റെ ലക്ഷ്യങ്ങൾ: തുറന്ന ചെക്കിലുണ്ടാകുന്ന നഷ്ടസാധ്യതകൾ ദൂരീകരിക്കാനും ചെക്കുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും ക്രോസിംഗ് അനിവാര്യമാണ്. ക്രോസ് ചെയ്ത ചെക്കിലെ പണം ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ലഭിക്കൂ. എന്നാൽ ഒരു ബാങ്ക് ആവട്ടെ അതിന്റെ ഇടപാടുകാരന് മാത്രമേ പണം പിരിച്ചുകൊടുക്കുകയുള്ളൂ. തന്മൂലം സുരക്ഷിതത്വം കൈവരുന്നു. ക്രോസ് ചെയ്തതാവുമ്പോൾ അതിന്റെ പണം ആർക്ക് നൽകിയെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നു. വിവിധ തരം ക്രോസിംഗുകൾ. ടൈപ്സ് ഓഫ് ക്രോസിംഗ്. 1. പൊതുവായ രേഖനം ജനറൽ ക്രോസിംഗ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 123-AM വകുപ്പ് പ്രകാരം ചെക്കിന്റെ മുൻവശത്ത് മുകളിൽ ഇടതുവശത്തായി വിലങ്ങനെ നോട്ട് നെഗോഷ്യബിൾ എന്ന വാക്കിനൊപ്പമോ അല്ലാതെയോ രണ്ട് ചെരിഞ്ഞ സമാന്തര രേഖകൾക്കിടയിൽ ആൻഡ് കമ്പനി എന്നോ അതിന്റെ സംക്ഷിപ്ത രൂപമോ ആൻഡ് കമ്പനി ചേർക്കുകയോ രണ്ട് സമാന്തര രേഖകൾ മാത്രം വരയ്ക്കുകയോ ചെയ്താൽ ആ കൂട്ടിച്ചേർക്കലിനെ ക്രോസിംഗ് ആയും ചെക്ക് പൊതുവായി ക്രോസ് ചെയ്യപ്പെട്ടതായും കണക്കാക്കാം. ചെക്ക് ക്രോസ് ചെയ്താൽ ചെക്കിലെ തുക അവകാശിയുടെ ബാങ്ക് വഴി മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നതാണ്. ആൻഡ് കമ്പനി എന്നീ വാക്കുകൾ ക്രോസിംഗിൽ രേഖപ്പെടുത്തുന്നത് കളക്ടിംഗ് ബാങ്കറുടെ പേര് ചെക്ക് എഴുതുന്ന ആൾക്ക് അറിയാതെ വരുമ്പോഴാണ്. ജനറൽ ക്രോസിംഗിന്റെ സവിശേഷതകൾ: ചെക്കിന്റെ മുഖഭാഗത്ത് ചരിഞ്ഞ രണ്ട് സമാന്തര രേഖകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ചെക്കിന്റെ മുഖഭാഗത്ത് ഇടതുഭാഗത്തായി മുകളിലാണ് രേഖകൾ വരയ്ക്കേണ്ടത്. ആൻഡ് കമ്പനി എന്ന വാക്കോ അതിനേറെ സംക്ഷിപ്ത രൂപമോ ആൻഡ് കമ്പനി, നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേയി എന്നീ വാക്കുകൾ ചേർക്കാവുന്നതാണ്. പക്ഷേ ഈ വാക്കുകൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല. 2. പ്രത്യേക രേഖനം സ്പെഷ്യൽ ക്രോസിംഗ്. NI ആക്ട് 124-AM വകുപ്പ് പ്രകാരം നോട്ട് നെഗോഷിയബിൾ എന്ന വാക്കിനൊപ്പമോ അല്ലാതെയോ ചെക്കിന്റെ മുഖഭാഗത്ത് ഇടതുവശത്ത് സമാന്തരമായി ഒരു ബാങ്കിന്റെ പേര് രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ കൂട്ടിച്ചേർക്കലിനെ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയാം. ചെക്ക് പ്രത്യേകമായും ആ ബാങ്കിന്റെ പേരിൽ ക്രോസ് ചെയ്തതായും കണക്കാക്കാം. സ്പെഷ്യൽ ക്രോസിംഗിന്റെ സവിശേഷതകൾ: സമാന്തര രേഖകൾ ആവശ്യമില്ല. കളക്ടിംഗ് ബാങ്കറുടെ പേര് വ്യക്തമായി എഴുതിയിരിക്കണം. നോട്ട് നെഗോഷിയബിൾ, അക്കൗണ്ട് പേയി എന്നീ വാക്കുകൾ ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. ക്രോസിംഗിൽ രേഖപ്പെടുത്തിയ കളക്ടിംഗ് ബാങ്കറിന് മാത്രമേ പേയിംഗ് ബാങ്കർ പണം നൽകുകയുള്ളൂ. സ്പെഷ്യൽ ക്രോസിംഗ് വഴി ചെക്കിന് കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്നു. നിർദ്ദിഷ്ട ബാങ്കർക്ക് മാത്രമേ പണം നൽകാവൂ എന്ന് പണം നൽകാൻ മുതലപ്പെട്ട ബാങ്കർക്കുള്ള പേയിംഗ് ബാങ്കർ നിർദ്ദേശമായി സ്പെഷ്യൽ ക്രോസിംഗിനെ കണക്കാക്കുക. 3. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. NI ആക്ട് 130-AM വകുപ്പ് പ്രകാരം ചെക്കിന്റെ ജനറൽ ക്രോസിംഗിനോടൊപ്പമോ സ്പെഷ്യൽ ക്രോസിംഗിനോടൊപ്പമോ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതുന്നതിനെ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നു. ഈ വാക്കുകൾ ക്രോസിംഗിൽ ചേർക്കുന്നതുവഴി ചെക്കിന് പ്രായോഗിക പ്രാധാന്യം ലഭിക്കുന്നു. ഇത്തരം ചെക്കുകൾ എത്ര വേണമെങ്കിലും കൈമാറ്റം ചെയ്യാം. എന്നാൽ ചെക്ക് കർത്താവിന് ഡ്രോവർ അതിന്മേലുള്ള അവകാശത്തേക്കാൾ കൂടിയ അവകാശം കൈവശക്കാരന് ലഭിക്കില്ല. അതായത് ചെക്കിനിറ നെഗോഷ്യബിലിറ്റി നഷ്ടപ്പെടുന്നു. കൈമാറ്റക്കാരന്റെ അവകാശത്തിൽ ന്യൂനതയുണ്ടെങ്കിൽ അതേ അവകാശം തന്നെയാണ് സ്വീകരിക്കുന്ന വ്യക്തിക്കും ലഭിക്കുക.
അതിനാൽ പരിചയമുള്ള വ്യക്തികളിൽ നിന്നും മാത്രം ഇത്തരം ചെക്കുകൾ സ്വീകരിക്കുന്നതാണ് നല്ലത്. 4. അക്കൗണ്ട് പേയി ക്രോസിംഗ്. അക്കൗണ്ട് പേയി ക്രോസിംഗ്. ആദാതാവ് അക്കൗണ്ട് പേയി എന്നോ പേയ്സ് അക്കൗണ്ട് എന്നോ ജനറൽ ക്രോസിംഗിന്റെയോ സ്പെഷ്യൽ ക്രോസിംഗിന്റെയോ കൂടെ ചേർത്താൽ അതിനെ അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറയുന്നു. ഇത്തരത്തിൽ ക്രോസ് ചെയ്ത ചെക്കുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു. പേയിംഗ് ബാങ്കറിൽ നിന്നും പണം കളക്റ്റിംഗ് ബാങ്കറിന് നൽകുന്നതോടുകൂടി ബാങ്ക് തന്നറ ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചിതനാകുന്നു. പേയുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ചെക്കിന്റെ പണം വരവ് വയ്ക്കാവൂ എന്ന നിർദ്ദേശം ഇതിലൂടെ കളക്റ്റിംഗ് ബാങ്കർക്ക് ലഭിക്കുന്നു. അതിനാൽ പായിക്ക് വേണ്ടി ചെക്ക് പിരിക്കുകയും പിരിച്ച തുക അയാളുടെ അക്കൗണ്ടിൽ വരവ് ചേർക്കുകയും വേണം. യഥാർത്ഥത്തിൽ അക്കൗണ്ട് പേയി എന്ന് ക്രോസ് ചെയ്ത ചെക്കുകളുടെ കൈമാറ്റ സാധ്യത നഷ്ടപ്പെടുന്നു. പേയിക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ചെക്കിന്റെ തുക പിരിച്ചാൽ അത് കളക്റ്റിംഗ് ബാങ്കിന്റെ അശ്രദ്ധയായി കണക്കാക്കുകയും തദ്ഫലമായി NI ആക്ട് 131 വകുപ്പ് അനുസരിച്ച് കളക്റ്റിംഗ് ബാങ്കിന് ലഭിക്കേണ്ട നിയമപരമായ സംരക്ഷണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. 5. ഇരട്ടരേഖനം ഡബിൾ ക്രോസിംഗ്. NI ആക്ട് 127 വകുപ്പ് പ്രകാരം ഒന്നിലധികം ബാങ്കുകളുടെ പേരിൽ പ്രത്യേകമായി ക്രോസ് ചെയ്യുന്നതിനെ ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു ചെക്കിന് 2 സ്പെഷ്യൽ ക്രോസിംഗ് പാടില്ല. എന്നാൽ 2 സ്പെഷ്യൽ ക്രോസിംഗിന്റെ ഫലമായി ഒന്നാമത്തെ ക്രോസിംഗിന്റെ ഉദ്ദേശം പരാജയപ്പെടുന്നു. ചില പ്രത്യേക അവസരങ്ങളിൽ ഡബിൾ ക്രോസിംഗ് അനുവദിക്കുന്നുണ്ട്. സ്പെഷ്യൽ ക്രോസിംഗിൽ പേര് ചേർക്കപ്പെട്ട ബാങ്കിന് പേയിംഗ് ബാങ്ക് ഉള്ള സ്ഥലത്ത് ശാഖകൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ യഥാർത്ഥ കളക്റ്റിംഗ് ബാങ്ക് സ്ഥലത്തുള്ള പിരിവ് കളക്ഷൻ ചുമതലയേൽപ്പിക്കാം. അങ്ങനെ ചുമതല കേൾക്കുന്ന ബാങ്ക് യഥാർത്ഥ കളക്റ്റിംഗ് ബാങ്കിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പുറംകുറിപ്പ് എൻഡോഴ്സ്മെന്റ്. NI ആക്ടിന്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് മുഖ്യ സവിശേഷതയാണ് അന്യാധീനത കൈമാറ്റ സ്വഭാവം നെഗോഷ്യബിലിറ്റി. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൈവശ പ്രമാണമാണെങ്കിൽ ബെയറർ ചെക്ക് വെറും കൈമാറ്റത്തിലൂടെയും കൽപ്പന പ്രമാണമാണെങ്കിൽ പുറംകുറിപ്പോടെ ഏൽപ്പിച്ചുകൊടുത്തും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ്. പുറകിൽ എന്നർത്ഥം വരുന്ന ഇൻഡോഴ്സം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എൻഡോഴ്സ്മെന്റ് എന്ന പദം ഉത്ഭവിച്ചത്. കൈമാറ്റം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു അന്യൂന കൈമാറ്റ പ്രമാണത്തിന്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പുറകിൽ കയ്യൊപ്പ് രേഖപ്പെടുത്തുന്ന പ്രക്രിയയെ പുറംകുറിപ്പ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നു. പ്രമാണ കൈമാറ്റത്തിനു വേണ്ടി പ്രമാണത്തിന്റെ പുറകിൽ ഒപ്പുവെക്കുന്ന ആളെ പുറംകുറിപ്പുകാരൻ എൻഡോഴ്സർ എന്നും ആരുടെ പേർക്കാണോ കൈമാറ്റം ചെയ്യുന്നത് അയാളെ എൻഡോഴ്സി എന്നും പറയുന്നു. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ പിൻഭാഗം മുഴുവനായും പുറംകുറിപ്പ് നടത്തിക്കഴിഞ്ഞതിനുശേഷം ഒട്ടും സ്ഥലം അവശേഷിക്കുന്നില്ല എങ്കിൽ തുടർന്നുള്ള പുറംകുറിപ്പ് ഒരു തുണ്ട് കടലാസിൽ രേഖപ്പെടുത്തി പ്രമാണത്തോടൊപ്പം ബന്ധിപ്പിക്കാവുന്നതാണ്. ഈ തുണ്ട് കടലാസിനെ അലോഞ്ച് എന്ന് പറയുന്നു. വിവിധതരം പുറംകുറിപ്പുകൾ. പൊതുപുറംകുറിപ്പ് ബൈ ശൂന്യ പുറംകുറിപ്പ്, ജനറൽ എൻഡോഴ്സ്മെന്റ്, ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. പൊതുപുറംകുറിപ്പിനെ ശൂന്യപുറംകുറിപ്പ് എന്ന് പറയുന്നു. കൈമാറ്റം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രമാണത്തിന്റെ പിൻഭാഗത്ത് എൻഡോഴ്സർ തന്റെ ഒപ്പുമാത്രം പതിക്കുന്ന രീതിയെ പൊതുപുറംകുറിപ്പ് എന്ന് പറയുന്നു. ഇത്തരം പ്രമാണങ്ങൾ തുടർന്ന് കൈമാറ്റം ചെയ്യുന്നതിന് വീണ്ടും കുറിപ്പിന്റെ ആവശ്യമില്ല. പൊതുപുറംകുറിപ്പിന് ശേഷം കൽപ്പന പ്രമാണം കൈവശ പ്രമാണമായി മാറുന്നു. പ്രത്യേക പുറംകുറിപ്പ് ബൈ പൂർണ്ണ പുറംകുറിപ്പ്, സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ബൈ ഫുൾ എൻഡോഴ്സ്മെന്റ്. ഒരു പ്രമാണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിക്കോ അയാൾ അധികാരപ്പെടുത്തുന്ന വ്യക്തിക്കോ ആണെന്ന് പുറംകുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണ പുറംകുറിപ്പ് എന്ന് പറയുന്നു. ഇത്തരം പുറംകുറിപ്പിൽ എൻഡോഴ്സർ പുറംകുറിപ്പ് രേഖപ്പെടുത്തുന്നതോടൊപ്പം എൻഡോഴ്സിയുടെ പേരും കൂടെ രേഖപ്പെടുത്തും. ശൂന്യ പുറംകുറിപ്പോടുകൂടിയ ഒരു ചെക്കിനെ കൈവശക്കാരന് പൂർണ്ണ പുറംകുറിപ്പാക്കി മാറ്റാവുന്നതാണ്. ഇത്തരം പ്രമാണം വീണ്ടും കൈമാറാൻ എൻഡോഴ്സിക്കു മാത്രമേ സാധിക്കൂ. നിയന്ത്രിത പുറംകുറിപ്പ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. പ്രമാണത്തിന്റെ തുടർന്നുള്ള കൈമാറ്റം നിരോധിച്ചുകൊണ്ടുള്ള പുറംകുറിപ്പിനെ നിയന്ത്രിത പുറംകുറിപ്പ് എന്ന് പറയുന്നു. പ്രമാണത്തിന്റെ തുക ലഭിക്കാൻ അർഹതയുള്ള ആൾക്ക് പ്രമാണം കൈമാറാനുള്ള അധികാരമുണ്ടായിരിക്കുകയില്ല. സ്വാഭാവിക പുറംകുറിപ്പ് ബ്ലാക്ക് നിബന്ധന പുറംകുറിപ്പ് കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ്. ചെക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുക പുറംകുറിപ്പുകാരനിൽ നിന്ന് കൈമാറ്റം ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക സംഭവം ആസ്പദമാക്കിയിരിക്കണം. അതായത് വ്യവസ്ഥ പാലിക്കപ്പെടേണ്ടതാണ്. ആ വ്യവസ്ഥ പാലിക്കപ്പെടുമ്പോൾ മാത്രമേ പ്രമാണത്തിന്റെ പണം സ്വീകരിക്കാൻ എൻഡോഴ്സി അർഹനാവുകയുള്ളൂ. ഐച്ഛിക പുറംകുറിപ്പ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അനാദരിക്കപ്പെടുമ്പോൾ അനാദരണ അറിയിപ്പ് ലഭിക്കാൻ എൻഡോഴ്സർക്ക് അവകാശമുണ്ട്. പ്രമാണത്തിന്റെ കൈവശക്കാരൻ അനാദരണ അറിയിപ്പ് നൽകിയാൽ മാത്രമേ എൻഡോഴ്സർക്ക് ബാധ്യതയുണ്ടാവൂ. എന്നാൽ ഐച്ഛിക പുറംകുറിപ്പിൽ അനാദരണ അറിയിപ്പ് ലഭിക്കാനുള്ള എൻഡോഴ്സറുടെ അവകാശം അയാൾ സ്വയം ഉപേക്ഷിക്കുന്നു. ബാധ്യത കൈയൊഴിയുന്ന പുറംകുറിപ്പ് സാൻസ് റീകോഴ്സ്. ഇത്തരം പുറംകുറിപ്പിൽ എൻഡോഴ്സറുടെ ബാധ്യത കൈയൊഴിയുന്നു. പണം നൽകുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ എൻഡോഴ്സിക്ക് എൻഡോഴ്സർ പണം നൽകുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് എൻഡോഴ്സർ എൻഡോഴ്സിയോടുള്ള ബാധ്യതയിൽ നിന്നും രക്ഷപ്പെടുന്നു. പ്രതിവിധിക്ക് ബാധ്യതയില്ലാത്ത പുറംകുറിപ്പ് എന്നും ഇതിനെ വിളിക്കാം. ചെലവുരഹിത പുറംകുറിപ്പ് സാൻസ് ഫ്രേസ് എൻഡോഴ്സ്മെന്റ്. ഇത്തരം പുറംകുറിപ്പിൽ പ്രമാണവുമായി ബന്ധപ്പെട്ട ഒരു ചെലവും വഹിക്കാൻ എൻഡോഴ്സർ ആഗ്രഹിക്കുന്നില്ല. പ്രമാണത്തിലെ തുകയ്ക്ക് മാത്രമേ അദ്ദേഹം ബാധ്യതപ്പെടുന്നുള്ളൂ. നോട്ടിംഗ്, പ്രൊട്ടസ്റ്റിംഗ് തുടങ്ങിയ അധിക ചെലവുകൾക്ക് എൻഡോഴ്സർ ബാധ്യസ്ഥനാകുന്നില്ല. ഭാഗിക മേലെഴുത്ത് ബൈ ഭാഗിക പുറംകുറിപ്പ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്.
പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന തുകയുടെ ഒരു ഭാഗം മാത്രം നൽകാൻ പുറംകുറിപ്പിൽ നിർദ്ദേശിക്കുന്നതാണ് ഭാഗിക പുറംകുറിപ്പ്. നിയമം അംഗീകരിക്കുന്നത് പ്രമാണത്തിലെ മുഴുവൻ തുകയുടെയും എൻഡോഴ്സ്മെന്റാണ്. NI ആക്ട് സെക് 56 പ്രകാരം ഭാഗിക പുറംകുറിപ്പിന് നിയമസാധുതയില്ല. e.g. 10,000 രൂപയുടെ ചെക്ക് കെ സുനിൽ 4 താഴെ പറയും പ്രകാരം പുറംകുറിപ്പ് നടത്തുന്നു. പേ കെ അനിൽ 7,000 rupees പെർ ഓൺലി. അന്യനു വേണ്ടിയുള്ള പുറംകുറിപ്പ് പെർ പ്രോ എൻഡോഴ്സ്മെന്റ് അധികാരപ്പെടുത്തിയ ഒരു വ്യക്തിയാൽ മറ്റൊരു വ്യക്തിയുടെ പേരിൽ നടത്തുന്ന പുറംകുറിപ്പാണിത്.